ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ശേഷമേ നമുക്ക് എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വിശദമായ അന്വേഷണം. ഇപ്പോൾ ഇത് പ്രാഥമിക റിപ്പോർട്ട് പെട്ടെന്ന് കിട്ടിയ റിപ്പോർട്ടല്ല. ഈ കേബിളിംഗ് നടത്താനായിട്ട് എന്നായിരുന്നു അപേക്ഷ സമർപ്പിച്ചത്? കൃത്യമായി ഒരാഴ്ച അല്ല, അത്ര സമയത്ത് 15-ാം തീയതി 15 ഒരാഴ്ച മുമ്പ് സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെടുകയായിരുന്നു. അല്ല, KSB ആവശ്യപ്പെട്ടു. അതായത് ഈ ലൈനിൽ കവർ ചെയ്തിട്ടുള്ള അതായത് KSEBിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വന്നത് തന്നെ 2 ദിവസം മുൻപ്, ജൂലൈ 15 നടക്കുമ്പോൾ 2 ദിവസം മുൻപ് മാത്രം. അതായിരിക്കും അല്ലേ? KSEBിയിലെ ഉദ്യോഗസ്ഥർ ലൈൻ പെട്രോളിംഗ് നടത്തുകയും അവിടെ ABC ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുകയും മാനേജ്മെൻറ്റിൻ്റെ ഒരു അനുവാദം കൂടി ആവശ്യമുണ്ട്. അവിടെ ഒരു പോസ്റ്റ് ഇടേണ്ടതുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അനുവാദം കിട്ടുന്നതോടുകൂടി അത് കേബിളിംഗ് ചെയ്യാൻ വേണ്ടിയാണ് KSEB തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അതോ മാനേജ്മെന്റ് അതിന് അനുമതി തന്നില്ല? ഇല്ല, അവരുടെ അനുവാദം കിട്ടുമ്പോഴാണ് അത് ആ വർക്ക് ചെയ്യാൻ പറ്റും. ആ അനുമതി ഇതിലേക്ക് വന്നിട്ടില്ല. അല്ല, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനം അറിയിക്കാന്നാണ് അസിസ്റ്റന്റ് ജനറൽ അടുത്ത് പറഞ്ഞത്. സാധാരണ നമ്മൾ ബില്ലിങ്ങിന് ടൈം ഒരിക്കൽ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധപ്പെടുന്നതല്ലേ? ഉണ്ട്, ബില്ലിങ്ങിന്റെ ഭാഗമായിട്ടും ചെയ്യും. നമ്മളുടെ ആൾക്കാരുടെ ലൈൻ പെട്രോളിംഗ് നടത്തും. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് കണ്ടിട്ടുള്ളത് അവിടെ ഈ രീതിയിലുള്ള ഒരു കേബിളിംഗ് മാറ്റാനുള്ള ഒരു പ്രപ്പോസലൊക്കെ തയ്യാറാക്കി. അത് ലൈന് താഴ്ന്നു കിടക്കുന്ന കാര്യം. പക്ഷേ ഈ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അതിനോട് ചേർന്നുള്ള ലൈൻ എന്നുള്ളത് നേരത്തെ ശ്രദ്ധപ്പെട്ടില്ല. അത് പൊളിച്ചു മാറ്റാനൊന്നും നോട്ടീസ് കൊടുത്തിരുന്നില്ലേ? നമ്മൾ ശ്രദ്ധപ്പെടുത്തിയ നമുക്ക് അധികാരമുണ്ടല്ലോ. അപകടമായ സ്ഥിതിയിലാണെന്ന് പറയാൻ അധികാരമുണ്ടല്ലോ. അല്ല, അത് KSEBക്കല്ല, അത് ലോക്കൽ ബോഡീസിനാണ് അതിൻ്റെ അധികാരം. അനധികൃതമായിട്ടുള്ള ഒരു നിർമ്മാണം ഉണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റേണ്ടത് പഞ്ചായത്ത് അതോറിറ്റീസാണ്, ലോക്കൽ ബോഡീസാണ്. KSEBക്ക് അതിൻ്റെ അധികാരമില്ല. അവിടെ ഒരു ചെറിയ വീഴ്ച വന്നിട്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ നമ്മളുള്ളത് പറയണമല്ലോ. അതേപോലെ അവിടെ ഷെഡ് കെട്ടിയതും വലിയ അപകടമാണ്. അത് ചെയ്യാനേ പാടില്ലാത്തതാണ്. പെർമിഷനൊന്നും ചോദിക്കാണ്ടാണ് കേട്ടത്. അതിൻ്റെ അകലം പാലിക്കേണ്ടതൊന്നും പാലിച്ചില്ല. അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഒരു അപകട സാധ്യത നേരത്തെ കൂട്ടി കണ്ടു. പക്ഷെ നടപടി അത് തടയുന്നതിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് KSEBിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഇല്ല, അത് തന്നെ അന്വേഷിച്ചിട്ട് കുറ്റക്കാരെന്താണോ വെച്ചാൽ ചെയ്യാത്തവർക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാവും. ഇനിയിപ്പോ അന്വേഷണ റിപ്പോർട്ട് ഇനി വരേണ്ടത് ആരുടെയാണ്? ഇനിയിപ്പോ താങ്കൾ ഇല്ല, ഇതിപ്പം നമ്മൾ ചീഫ് സേഫ്റ്റി കമ്മീഷണർ അന്വേഷിക്കും. അന്വേഷിച്ചിട്ടല്ലേ നമുക്ക് നടപടി എടുക്കാൻ പറ്റില്ല. 1.5 ആഴ്ചയിലുള്ള കൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടില്ല സാറേ. ചീഫ് സേഫ്റ്റി കമ്മീഷണർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. അല്ല, ഒന്ന് ബോർഡും ഒന്ന് ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ. ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് വേണം. കൊല്ലം ജില്ലാ. ഇതുപോലെ മറ്റ് സ്കൂൾ, ഇതിപ്പം ഒരു ദാരുണമായ സംഭവം, മറ്റ് സ്കൂളുകൾക്ക് സമീപം ഇതുപോലെ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പം തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. സ്കൂൾ മാത്രമല്ല, മറ്റ് വീടുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബിൽഡിങ്ങിലോ ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊരു അനുഭവമാണല്ലോ. അനുഭവം വെച്ചൊരു ജീവൻ പോയിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അത് വരാതെ കഴിക്കാനുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.